ഇതാണ് നമ്മുടെ പാലുകാച്ച വീട്ടിലെ താരം. ഹായ് പറയൂ. അയ്യോ, ഒരാളിവിടെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു പാലുകാച്ച വീട്ടിൽ പോയതാണ്. പാലുകാച്ച കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പാലുകാച്ച ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല. ഞങ്ങളുടെ കൂടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറിൻ്റെ വീട് പാലുകാച്ചായിരുന്നു. അപ്പോൾ പാലുകാച്ചിന് അന്ന് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. അവിടെ നിന്ന് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മിക്ക സ്കൂളുകളൊക്കെ അവധിയായതുകൊണ്ട് ഞങ്ങൾക്കും അവധി കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഈ വഴിക്ക് അങ്ങ് പോയപ്പോൾ അവിടെ ടീച്ചർ എന്നപ്പോൾ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അന്ന് പോകാതിരുന്നതുകൊണ്ട് വിഷമമായി എന്നാണ് ടീച്ചർ ഞങ്ങളടുത്ത് പറഞ്ഞത്. പിന്നെ ഇന്ന് പോയി വീടിനെ ഒരു കോളനി ആക്കിയിട്ടൊക്കെ വന്നു. ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. വീട് കൊള്ളായിരുന്നു, 2 നില വീടായിരുന്നു. പിന്നെ ഞങ്ങൾക്കവിടെ ടീച്ചർ ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്ന ഇന്നലെ പറഞ്ഞിരുന്നു, ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ടീച്ചറിൻ്റെ അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ, ഹസ്ബൻഡും ഉണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു, പിന്നെ അച്ഛനും ഒക്കെ ഉണ്ട്. ടീച്ചറിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവരും ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. താഴെ 2 റൂമും ഒരു വിശാലമായ ഹാള് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഓടിക്കളിക്കാം, അത്തരത്തിലുള്ള ഒരു ഹാള് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം ഇത്രയും വിശാലമായ ഒരു ഹാൾ, ഈ കാണുന്നതാണ് ഹാള്. ഇത്രയും വലിയൊരു ഹാള് നമുക്ക് കാണുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ നല്ല വീടായിരുന്നു, കുഴപ്പമില്ല എന്നല്ല, കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ താഴെ നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ പുറത്ത് നല്ല വെയിലത്ത് പോയിട്ട് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. അകത്ത് നല്ല തണുപ്പുള്ള ഒരു രീതിയിലായിരുന്നു. കൊള്ളാം. പിന്നെ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഈ കാണുന്നതാണ് അടുക്കളയൊക്കെ കാണുന്നില്ല, കുഞ്ഞടുക്കള. വിറകടുപ്പ് വയ്ക്കാനുള്ള സെറ്റപ്പും ഉണ്ട്, അല്ലാതെ അകത്ത് ഗ്യാസ് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇനിയും കുറച്ച് പണികളൊക്കെ അവിടെ മിച്ചമുണ്ട് ചെയ്യാനായിട്ട്. എന്നാലും വീട് നല്ല രസമുണ്ടായിരുന്നു. നിൽക്കാനൊക്കെ നമുക്ക് നല്ല വെളിച്ചമൊക്കെ ഉള്ള നല്ല വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇടിയപ്പവും കുറുമക്കറിയായിരുന്നു ഫുഡ്. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വാചകം അടിച്ചു. ഞങ്ങളുടെയൊക്കെ തള്ളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് ചിരിച്ചിരിച്ചിരുന്നു. ഒരു കാര്യമില്ലെങ്കിലും ചിരിക്കും. അങ്ങനെ ചിരിച്ചിരിച്ചിരുന്നു. ടീച്ചർമാരാണെന്നേ ഉള്ളൂ, പിന്നെ ലുക്കില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല ജോളിയായിട്ടിരുന്നു. പിന്നെ അവിടെ ഒരു കുറുമ്പൻ ഉണ്ടായിരുന്നു, ടീച്ചറിൻ്റെ മോനാണ്. അത് ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ ഗിഫ്റ്റ്, ഞങ്ങൾ 2ആയിട്ടാണ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോയത്. അതൊക്കെ കൊടുത്തു. ടീച്ചറിന് ഭയങ്കര സന്തോഷം, ചിരി കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തന്നെ നമ്മളെടുത്ത് നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഭയങ്കര അത് കുറച്ച് നേരം ടീച്ചർ അതൊക്കെ തപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് നോക്കി. സംഭവം ഞങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നില്ല, വേറൊരാളാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാനും എൻ്റെ കൂടെ പോയ ആളും കണ്ടില്ല. ബാക്കി വേറൊരു ടീച്ചറാണ് വാങ്ങിച്ചത്. ആ പുറകിൽ നിന്ന് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ആ ടീച്ചറാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ തലയുടെ ഭാഗമാണ് വാങ്ങിച്ചത്. കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അത് വെച്ച് കുറച്ച് ഷോ ഒക്കെ നമ്മൾ കാണിച്ചു. നമുക്കങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഫോട്ടോ ഒക്കെ എടുത്തു. കണ്ടോ, ചിരികൾ കാണണം, വിവിധ തരം ചിരികളാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് 2ആയിട്ട് വാങ്ങിച്ചിട്ടെന്ന് പോയിട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഒരെണ്ണമാണ് അടുത്ത് പൊളിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചത്. കുറച്ച് നേരം എടുത്തു അത് പൊളിക്കാനായിട്ട്, കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് പൊളിച്ചത്. അവിടെ പിടിച്ചു നോക്കി എടുത്ത്. പക്ഷേ ടീച്ചറിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. ആ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി. കാരണം ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഇത് പ്ലാൻ ചെയ്ത് അവസാനം അവധിയുള്ള ദിവസം നമ്മൾ സമാധാനമായിട്ട് പോയിട്ട് വന്നു. അങ്ങനെ അതൊക്കെ പൊളിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു കാസ്ട്രോളാണ് നമ്മൾ വാങ്ങിച്ചിട്ട് പോയത്. അതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ പൊളിച്ചപ്പോഴാണ് കണ്ടത്. അത് നമ്മൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ പോകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ലേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി അവിടെ നിന്നേ ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ വനജപ്രിയ ടീച്ചറും പൗർണമി ടീച്ചറായിട്ടാണ് പോയി വാങ്ങിച്ചത്. ഇവിടെ ഇരുന്ന് ചിരിക്കുന്ന 2 എണ്ണം, അവർ 2 പേരുമാണ് പോയി വാങ്ങിച്ചിട്ട് വന്നത്. സംഭവം കൊള്ളാം കേട്ടോ, ഒരു ഒതുങ്ങിയ സംഭവമായിരുന്നു. ഇഷ്ടപ്പെട്ടു, ടീച്ചറിന് വലിയ ഇഷ്ടപ്പെട്ടു. പിന്നെ ടീച്ചർ അവിടെ നിന്ന് പിന്നെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞു. അങ്ങനെ സംഭവം കളറായിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഒരു കുറച്ച് മണിക്കൂറുകളെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എല്ലാവരുമായിട്ട് നിൽക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടാറുള്ളൂ. എന്തായാലും സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു.